നമ്മളിപ്പോൾ മലാങ്കുന്നിൽ തെയ്യം നോക്കാൻ പോകുന്നതാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ നല്ലൊരു ഗംഭീര ബോർഡാണ് നമ്മൾ സ്വീകരിച്ചത്. മതം, ജാതി, രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവർക്കും വരാമെന്നുള്ള രീതിക്ക്. അതിൻ്റെ മുമ്പിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഡെക്കറേഷനാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നുണ്ട്. നല്ലോണം മെനക്കെട്ട് ചെയ്തതെന്ന് തോന്നുന്നു. നല്ല ലൈറ്റ് കൊണ്ട് നല്ല ഗംഭീര ഡെക്കറേഷനായിരുന്നു. പിന്നെ നമ്മൾ ഡെക്കറേഷനെ ആസ്വദിക്കാനുണ്ട്. കുറേ നടക്കാനുണ്ടെങ്കിലും ഡെക്കറേഷൻ ആസ്വദിച്ച് നടക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഭക്ഷണശാല ലക്ഷ്യമാക്കിയിട്ടാണ് പോയത്. അങ്ങനെ നേരെ ഭക്ഷണശാലക്ക് പോയി നല്ല ചോറും കറിയും കഴിച്ചു. അപ്പോഴേക്ക് നമ്മളെ കണ്ടനാർക്കേളൻ്റെ കാണാൻ വേണ്ടി സീറ്റ് പിടിക്കുന്ന പരിപാടിയായി. പിന്നെ തെയ്യം വന്നു. അങ്ങനെ ഫുള്ള് തിരക്കായി. അങ്ങനെ നമ്മൾ കുറേ കസേരയെല്ലാം വെച്ച് എൻ്റെ മുകളിൽ നിന്നിട്ടാണ് തെയ്യം നോക്കിയത്. എന്നാലും അത്യാവശ്യം സൗകര്യം വെച്ചിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുണ്ട് തെയ്യം. അങ്ങനെ കുറേ സമയം നമ്മളെ കണ്ടനാർക്കേളം തെയ്യം നോക്കി. പിന്നെ വപ്പിടൽ ചടങ്ങും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വെടിക്കെട്ടും നല്ല രീതിക്കുണ്ടായിരുന്നു. പിന്നെ തെയ്യം കഴിഞ്ഞ ശേഷം എല്ലാവരും പോയി. പിന്നെ കുറച്ച് നേരം നമ്മൾ രാത്രി ഡെക്കറേഷൻസ് എല്ലാം കുറച്ച് നോക്കി, ലൈറ്റും കാര്യങ്ങളെല്ലാം. ഞങ്ങൾ നേരത്തെ തിരക്കായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ എല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് പോയത്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പോകുമ്പോഴേക്ക് വഴിയിലും ഫുള്ളാളാണ്. പിന്നെ കുറച്ച് ചന്തയിലെല്ലാം പോയി. പിന്നെ തൊട്ടടുത്ത് നമ്മൾ ബന്ധുവുണ്ട്, വീടെല്ലാം ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി. പിന്നെ രാവിലെ ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒരു 5:30 ആകുമ്പോൾ പോയി 6 ആകുമ്പോൾ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് രാവിലത്തെ കുറച്ച് വിഷ്വൽസ് ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ എപ്പോഴും കാണാത്തൊരു കാര്യമാണ് നമ്മളെ തെയ്യം കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കുന്ന മറക്കളം. അപ്പോൾ അടിച്ച് വൃത്തിയാക്കുന്നത് നമ്മൾ നേരെ കണ്ടു. അങ്ങനെ നമ്മൾ പുഴയുടെ സൈഡെല്ലാം പോയി തെയ്യമെല്ലാം അവിടെ ഒരു കട്ടൗട്ടെല്ലാം ഉണ്ട്, അതെല്ലാം കണ്ടു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അപ്പോഴേക്ക് കണ്ടനാർക്കേളം തെയ്യം തുടങ്ങിയിരുന്നു. അങ്ങനെ ബാൽക്കണിയെല്ലാം ഫുള്ള്. പിന്നെ നമുക്ക് മുമ്പിൽ തന്നെ സീറ്റ് കിട്ടി. പക്ഷേ എന്നാലും പിന്നെ ആ തെയ്യം കഴിഞ്ഞു. പിന്നെ വയനാട്ടുലവൻ്റെ എൻട്രിയാണ്. അതിന് മുമ്പായിട്ട് നടക്കുന്ന ചടങ്ങെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വയനാട്ടുകുലവൻ അരങ്ങിലെത്തി. അങ്ങനെ വയനാട്ടുകുലവൻ തെയ്യം കണ്ടു. കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ നേരെ മാവേറെ ബാക്കിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായത്. അതുകൊണ്ട് എന്നാലും തെയ്യം പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് അങ്ങനെ തെയ്യമെല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റി. വയനാട്ടിലെല്ലാം നല്ല ഉഷാറാണ്. കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് തറവാട്ടിൽ തെയ്യം കഴിയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഭംഗിയിൽ നല്ല രീതിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തെയ്യത്തിൻ്റെ മുടി വരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എന്നും മുടി വെച്ചിട്ടാണ് തെയ്യം കളിക്കുക. ഇതിപ്പോൾ കാണുന്നത് ചൂട്ടപ്പിക്കൽ ചടങ്ങാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ചൂട്ടപ്പിക്കൽ ചടങ്ങിൻ്റെ കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തെയ്യം മുടി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, അപ്പുറമായുണ്ട്. ഇപ്പോൾ വരും. അപ്പോൾ തെയ്യം ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. തെയ്യത്തിന് വളരെ മുമ്പ് തന്നെ സീറ്റ് കിട്ടി. നല്ല വൃത്തിക്ക് കണ്ടു. തെയ്യത്തിൻ്റെ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് കാണാൻ പറ്റി. തോറ്റം നല്ല വൃത്തിക്ക് ക്ലിയറായിട്ട് കേൾക്കാനും പറ്റി. അപ്പോൾ ഈ വയനാട്ടുകുലവൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുഴയുടെ സ്ഥലത്താണ്ട് അതിൻ്റെ ഒരു ആംബിയൻസും ആൾക്കാരായിട്ട് നല്ല ഗംഭീരമായിട്ട് കാണാൻ പറ്റി. ഒരു വൃദ്ധൻ വന്നു പോയ വഴി ചൂണ്ടി വയനാടൻ മലയിറങ്ങി